ആത്മമിത്രം ആത്മമിത്രം നാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം മാത്യു 7:13-27. ഈ ഭാഗത്ത് 4 ചെറിയ വിഭാഗങ്ങളായിട്ട് കാണാം. ഓരോന്നും കൃത്രിമത്തിനും വ്യാജത്തിനും സത്യവുമായുള്ള വ്യത്യാസം വെളിപ്പെടുത്തുന്നു. അതിനായി 3 ഉദാഹരണങ്ങളും പറഞ്ഞിരിക്കുന്നു. എല്ലാവരും യാത്രക്കാരാണ്, എന്നാൽ 2 വഴികളുണ്ട്, വിശാലവും ഇടുക്കവുമായ വഴികൾ. 13-14. എല്ലാവരും ഫലം കായ്ക്കുന്നവരാണ്, എന്നാൽ 2 വിധ ഫലം ഉണ്ട്, നല്ല ഫലം, ആകാത്ത ഫലം. 17-19 വരെ. എല്ലാവരും ബിൽഡേഴ്സാണ്, എന്നാൽ 2 വിധമായ അടിസ്ഥാനങ്ങളുണ്ട്. 24-27 വരെ. മണലിന്മേലുള്ള അടിസ്ഥാനം, പാറമേലുള്ള അടിസ്ഥാനം. 13-14. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കവും അത്രേ. പുരുഷാരത്തെ പിന്തുടരുന്നതിനാലോ ക്രിസ്തീയ ഭവനങ്ങളിൽ ജനിച്ചതിനാലോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനാലോ ഒരുവന് നിത്യജീവൻ പ്രാപിപ്പാൻ സാധ്യമല്ല. യേശു കർത്താവ് ഞാൻ വാതിലാകുന്നു എന്നും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 10:9, 14:6. യേശു കർത്താവിനെ പിന്തുടരണമെങ്കിൽ അവനിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ഈ ലോകമോഹങ്ങളിൽ ആകർഷിക്കപ്പെട്ട് അതിന് പിൻപേയുള്ള വഴി വിശാലമായതിനാൽ അനേകർ അതിൽ കൂടെ കടക്കുന്നു. എങ്കിലും നിത്യജീവൻ പ്രാപിപ്പാൻ സാധ്യമല്ല. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പ്രബോധിപ്പിച്ചിരിക്കുന്നു. ന്യായപ്രമാണകാലത്തും പുതിയ നിയമകാലത്തിലും കള്ളപ്രവാചകന്മാർ ഉണ്ട്. അവരുടെ വഴി വിശാലമായതാണ്. ആടുകളുടെ വേഷം പൂണ്ട് അവർ അകമേ ചെന്നായ്ക്കൾക്ക് തുല്യരാണ്. അതിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നു. അവരാൽ ആകർഷിക്കപ്പെട്ട് അനേകർ നാശത്തിലേക്ക് പോകുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം വെട്ടി തീയിലിടുന്നു. 21-23 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനോടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലാതെ പ്രവചനം, ഭൂതങ്ങളെ പുറത്താക്കൽ, അത്ഭുതങ്ങൾ ഇതൊക്കെ പ്രയോജനമറ്റതാണ്. ന്യായത്തീർപ്പ് നാളിൽ അവിശ്വാസികൾ ക്രിസ്തുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവർ കർത്താവിനോട് പറയും, കർത്താവേ, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പറയും. ഇന്ന് കണ്ടുവരുന്ന പ്രോസ്പെരിറ്റി ഗോസ്പൽ, അതിന് പിന്നാലെ ബഹുജനം പോകുന്നു. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ന്യായത്തീർപ്പ് നാളിൽ കർത്താവ് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വേർപാട് ഭയാജനകമാണ്. എന്നേക്കുമുള്ള ദൈവത്തിൽ നിന്നും എന്നേക്കുമുള്ള വേർപാടാണ്. ഈ വചനങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാനുള്ളത് എല്ലാ അത്ഭുത പ്രവൃത്തികളും ദൈവികമല്ല. പിശാച് ജനത്തെ വഴിതെറ്റിക്കുവാൻ ദൈവികമെന്ന പോലെ അനുകരിക്കും. എന്നാൽ നാം ഫലത്തിൽ കൂടെ അവരെ മനസ്സിലാക്കണം. 24-27 വരെയുള്ള വാക്യങ്ങൾ. 2 വിധ വീട് പണിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. ഈ ഉപമയിൽ ഒരാൾ ദൈവവചനത്തെ കേട്ട് പണിയുന്നവൻ അവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വചനമെന്നാൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടവനാണ് ക്രിസ്തു. യോഹന്നാൻ 1:1-14. ദൈവവചനമാകുന്ന ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിത വീട് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും
അതിജീവിച്ച് വീണുപോകാതെ നിലനിൽക്കും. അതേസമയം ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിടാതെ പണിയുന്നതൊക്കെയും മണലിന്മേൽ വീട് പണിത ബുദ്ധിയില്ലാത്ത മനുഷ്യരോട് തുല്യനാകുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ അടിച്ചപ്പോൾ അത് വീണ് തകർന്നു പോയി. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. 1 കൊരിന്ത്യർ 3:11. യേശുക്രിസ്തു ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ലായി തീർന്നു. ആ അടിസ്ഥാനത്തിലാണ് നാം പണിയേണ്ടത്. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. 1 പീറ്റർ 2:6-8. ജനങ്ങൾ യേശുവിൻ്റെ ഉപദേശത്തിൽ അതിശയിച്ചു. യേശു പറഞ്ഞ ഉപദേശങ്ങൾ ആധികാരികമായിട്ടാണ് ഉപദേശിച്ചത്. ശാസ്ത്രിമാരെ പോലെ ന്യായപ്രമാണം വായിച്ചു പറയുന്ന ഉപദേശങ്ങളല്ലായിരുന്നു. അത് ജനം മനസ്സിലാക്കി. വചനം ദൈവമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. വചനത്തിന്മേലുള്ള അധികാരം യേശുക്രിസ്തുവിന് മാത്രമാണ്. അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്. വചനമെന്ന ദൈവത്തിൻ്റെ നിധി നമ്മുടെ കരങ്ങളിലെത്തുവാൻ ദൈവം കൃപ ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടവരായി ബുദ്ധിയുള്ള മനുഷ്യരായി ജീവിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഇടയാകട്ടെ.